നമസ്കാരം, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം. ഇന്ന് എനിക്ക് എളുപ്പത്തിലൊരു ഗ്രിൽഡ് ലഞ്ചാണ്. ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമേ തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ 1/4 ഭാഗം പുതിനയില, എരിവിനനുസരിച്ച് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇതൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. ചതഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഈ പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി 3 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കോൺ സ്റ്റാർച്ചിൻ്റെ ലംസ് ഒന്നും ഇതിനകത്ത് വരാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി മീഡിയം വലുപ്പത്തിൽ നുറുക്കി വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഈ മാരിനേഡിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് ഇത് ഒരു നേരത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചെറുതാക്കാനൊന്നും നിൽക്കണ്ട. കുറച്ച് ചങ്കിയായിട്ട് നിൽക്കുന്ന സ്റ്റൈലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാനൊരു ട്രേക്കകത്തേക്ക് മാറ്റി ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാൻ പോവാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിടുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്ത് സീസണിങ് ആണെങ്കിലും അത് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഇറ്റാലിയൻ സീസണിങ് ഉള്ളത്, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ഹെർബ്സ് ചേർക്കാം, നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർക്കുന്നവർ അത് ചേർത്താലും നല്ലതായിരിക്കും. ഇനി ഈ സീസണിങ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതിനകത്തുള്ള റൂട്ട് വെജിറ്റബിൾസ് അല്ലാത്തതെല്ലാം എടുത്ത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേ. അതായത് ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടുമാണ് എൻ്റെ റൂട്ട് വെജിറ്റബിൾസ്. അത് നമുക്ക് ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലേ ഇത് നന്നായിട്ട് റോസ്റ്റായി ക്യാരമലൈസായി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോഫ്റ്റ് വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് അങ്ങ് റോസ്റ്റ് ആവുകയും ചെയ്യും. ഈ റൂട്ട് വെജിറ്റബിൾസ് കുറച്ച് കട്ടിയുള്ളത് ഒട്ടും റോസ്റ്റ് ആവാതെ കിടക്കും, അതിനൊരു ടേസ്റ്റും കാണത്തില്ല. ഇനി ഞാൻ ഈ ക്യാരറ്റും ബീട്രൂട്ടും കുറച്ചുകൂടെ വലിയ ഒരു അവൻ ട്രേയിലേക്ക് നിരത്തി വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവന് വെച്ച് 1/2 മണിക്കൂർ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഇത് റോസ്റ്റ് ആകുന്ന സമയം കൊണ്ട് ഇഞ്ചിയും പുതിനയിലയും തൈരും കൂടെ മിക്സിക്കകത്ത് അടിച്ച് ഞാനിതിനൊരു ഡിപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഇഞ്ചിക്ക് പകരം വെളുത്തുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ തൈരിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തൈര് കൂട്ടിയാൽ ഇതുപോലെ റണ്ണി ആയിട്ട് കിടക്കും, കുറഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസിനും ചിക്കനും ഒരു സോസും റെഡി. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും അവനിൽ നിന്നെടുത്ത് അതിൻ്റെ കൂടെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവനിലേക്ക് തന്നെ തിരിച്ചു വെക്കുവാണ്. 180 ഡിഗ്രി തന്നെ ഇനി ഒരു 1/2 മണിക്കൂർ കൂടെ ഇത് റോസ്റ്റ് ചെയ്യണം. 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല ക്യാരമലൈസായി റോസ്റ്റായി വന്നേക്കുന്നതുണ്ടോ? ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോസ്റ്റ് വെജിറ്റബിൾസ് റെഡി. ഇനി ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം കൂടെ ഒരു ട്രേക്കകത്തോട്ട് നിരത്തി 180 ഡിഗ്രി തന്നെ ചൂടായിരിക്കുന്ന അവനിലേക്ക് മാറ്റി ഒരു 50 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതെടുത്ത് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത്രയും നേരമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നവർക്ക് ചിക്കൻ നമുക്ക് വേണമെങ്കിൽ തവ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തവയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിത് അവന് വെച്ച് തന്നെ ഗ്രില്ല് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഹെൽത്തിയർ ഓപ്ഷൻ അതായതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുവാണേ. ചിക്കനുണ്ട്, മാഷ് പൊട്ടറ്റോ ഉണ്ട്. മാഷ് പൊട്ടറ്റോയുടെ റെസിപ്പി ഞാൻ നേരത്തെ റോസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ വെജിറ്റബിൾസും കൂടെ വിളമ്പി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സോസ് ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയും മേളിൽ ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ലഞ്ചിൻ്റെ കോമ്പിനേഷൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ മസാലയൊക്കെ കൂട്ടി ഇതുപോലൊരു ഗ്രിൽഡ് ലഞ്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർത്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.